എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 20 വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ദീപാവലിയാണെന്ന്. തുലാമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലാണ് സാധാരണയായിട്ട് ദീപാവലി ആഘോഷിക്കുന്നത്. ഈ ദിവസം ഒക്ടോബർ 20 തിങ്കളാഴ്ച അന്ന് ചതുർദശിയും അമാവാസിയും ഒത്തുവരുന്ന ഒരു ദിവസം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. ദീപങ്ങളുടെ ഉത്സവമായ ഈ ഒരു ദീപാവലി വടക്കേ ഇന്ത്യയിലൊക്കെ 5 ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം കേരളത്തിൽ ഇത് വ്രതാനുഷ്ഠാനം എന്നതിലുപരി ഇതൊരാഘോഷമാണ്. കേരളത്തിൽ ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊന്നതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. മറ്റു വ്രതങ്ങൾക്ക് എണ്ണ തേച്ചുകുളി നിഷിദ്ധമാണ്. എന്നാൽ ദീപാവലി ദിനത്തിൽ അധികാലത്ത് എണ്ണ തേച്ചുകുളി പ്രധാനമാണ്. ഈ ദിവസം പടക്കങ്ങൾ പൊട്ടിക്കുക, മധുരപലഹാരങ്ങൾ കഴിക്കുക, വിതരണം ചെയ്യുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയവ പതിവാണ്. ദീപാവലി സ്നാനം ഐശ്വര്യപ്രദമാണെന്ന് തന്നെ വിശ്വസിക്കപ്പെടുന്നു. പിന്നെ ഈ ഒരു അമാവാസി ദിനത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ ഒരു ദിവസം ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് എന്തുകൊണ്ടും ഐശ്വര്യപ്രദമായിരിക്കും. ലക്ഷ്മി ഗൃഹത്തിൽ സ്ഥിരമായി വസിക്കുന്നതിന് ഈ ഒരു ദിവസം ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് വളരെ പ്രധാനമായിട്ടും അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഒരു അമാവാസി ആ ഒരു ദിനത്തിൽ സ്ഥിരരാശി സമയത്ത് വേണം അത്രേ ഈ ഒരു ലക്ഷ്മി ദേവിയെ പൂജിക്കുവാൻ. അപ്പോൾ 20-ാം തീയതിയിൽ അമാവാസി വരുന്നത് 20-ാം തീയതി ഉച്ചയ്ക്ക് 3:45 മുതൽ 21-ാം തീയതി 5:54 വൈകുന്നേരം 5:54 വരെയുള്ളൊരു സമയമാണ്. ഇതിൽ 7:45 മുതൽ ഉള്ള 1 മണിക്കൂർ നേരമാണ് സ്ഥിരരാശി സമയത്ത് സമയമായി വരുന്നത്. അതായത് ഇടവം രാശിയിൽ ഈ ഒരു രാശി സമയത്ത് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് ഐശ്വര്യപ്രദമായി കണക്കാക്കപ്പെടുന്നു. ഈ ഒരു സമയത്ത് ലളിതാ സഹസ്രനാമ ജപവും അതുപോലെ കനകധാരാസ്തവവും ഒക്കെ ജപിക്കുന്നത്, ഗൃഹത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപിക്കുന്നത് ഐശ്വര്യപ്രദമത്രേ. ധനാഭിവൃദ്ധിക്ക് ഈ ഒരു സമയം ലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും. ലക്ഷ്മി മന്ത്രം: ഓം ഹ്രീം ഹ്രീം മഹാലക്ഷ്മിയെ ധനധാന്യരത്ന സൗഭാഗ്യ സമൃദ്ധിയും മേ ദേഹി ദദാപയ സ്വാഹ എന്ന ലക്ഷ്മി മന്ത്രമാണ് ജപിക്കേണ്ടത്. കുളിച്ച് നെയ്വിളക്ക് ഈ ഒരു സമയം നെയ്വിളക്ക് കൊളുത്തി 64 പ്രാവശ്യം തുടർച്ചയായി ജപിക്കുന്നത് നന്നായിരിക്കും. ഇത് കാർത്തിക നക്ഷത്രത്തിൽ ജപം ആരംഭിച്ച് ഒരു 18 ദിവസം ജപിക്കാനും ഈ ഒരു മന്ത്രം ഉപകരിക്കും. മത്സ്യമാംസാദികൾ ഉപയോഗിക്കരുത്. ഈ ഒരു മന്ത്രജപത്തിന് ബ്രഹ്മചര്യം പാലിക്കണം. 18 ദിവസവും ക്ഷേത്ര ദർശനം നടത്തിയാണെങ്കിൽ അങ്ങനെയും ഈ ഒരു മന്ത്രം ഉപയോഗിക്കാവുന്നതാണ്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതേ കർമ്മം 3 അല്ലെങ്കിൽ 5 മാസം ആവർത്തിക്കേണ്ടി വരും. ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ ജപിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത്. പിന്നെ ഈ ഒരു ദിവസത്തിന് മറ്റ് അനേകം പ്രത്യേകതകളുണ്ട്. അതിൽ പിതൃപൂജയ്ക്ക് ഏറ്റവും പറ്റിയ ദിവസമാണെന്നറിയാമല്ലോ. പിതൃക്കളെ സ്മരിക്കുവാനും പിതൃബലിയൊക്കെ ഇടുവാനൊക്കെ പറ്റിയൊരു ദിവസമാണ് ഈ അമാവാസി ദിവസം. അതുപോലെ തന്നെ മറ്റ് ഈ വർഷത്തെ ഈ ഒരു അമാവാസിക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇത് തിങ്കളാഴ്ചയും അമാവാസിയും ഒത്തുചേർന്ന് വരുന്ന ഒരു ദിവസമാണ്. ഈ ഒരു ദിവസത്തെ ഒരു അമാസോമവാര വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപ്പറ്റി പറയാം. അമാവാസിയും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ഈ ഒരു ദിവസം വിശേഷ ഫലസിദ്ധിയുള്ള ഒരു ദിവസമാണ്. മാംഗല്യസിദ്ധിക്കും വൈദവ്യദോഷ പരിഹാരത്തിനും ജാതകത്തിലെ ചന്ദ്രൻ്റെ ദോഷം അകറ്റുന്നതിനുമൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ദിവസം തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത്. സൂര്യോദയത്തിന് 1 മണിക്കൂർ മുമ്പ് ഉണർന്ന് ദേഹശുദ്ധി വരുത്തി നല്ല വസ്ത്രം ധരിച്ച് ഭസ്മക്കുറി അണിയണം. കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയരുത്. ശിവക്ഷേത്ര ദർശനവും പ്രദക്ഷിണവും നിവേദ്യവും പഞ്ചാക്ഷര മന്ത്രജപവും പകൽ മുഴുവൻ ഉപവാസവും അത്യാവശ്യമാണ്. പകലുറങ്ങാതെ ശിവകഥകൾ വായിച്ച് കഴിയണം. സന്ധ്യയ്ക്ക് വീണ്ടും ശിവക്ഷേത്ര ദർശനവും പ്രദക്ഷിണവും വഴിപാടുകളും നടത്തണം. ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമുള്ളവർ ചന്ദ്രദശാകാലത്ത് ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ ദുർഗാക്ഷേത്ര ദർശനം നടത്തണം. ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യണം. വെളുത്ത പൂക്കൾ കൊണ്ട് ദുർഗാദേവിക്ക് അർച്ചന നടത്തണം. ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമില്ലാത്തവർ ആ ദശാകാലത്ത് ഭദ്രകാളി ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്.
അമാവാസിയും തിങ്കളാഴ്ചയും ഒത്തുചേർന്ന് വരുന്ന ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനവുമാണ് നടത്തേണ്ടത്. ചന്ദ്രദോഷ ശാന്തിക്ക് ഇവ ഉത്തമമാണ്. മംഗല്യസിദ്ധിക്കും വൈദവ്യദോഷ പരിഹാരത്തിനും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർ ഉമാമഹേശ്വര ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. അവിടെ സ്വയംവരാർച്ചന നടത്തുകയും സ്വയംവര പാർവതി സ്തോത്രങ്ങൾ വ്രതകാലത്ത് ജപിക്കുകയും വേണം. ദോഷകാഠിന്യമനുസരിച്ച് 12, 18, 41 ദിവസങ്ങളിൽ തുടർച്ചയായി വ്രതമനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. രോഹിണി നക്ഷത്രവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസം ചന്ദ്രദോഷ ശാന്തി കർമ്മങ്ങളും സ്വയംവര പൂജയും നടത്തുന്നത് കൂടുതൽ ഫലപ്രാപ്തി നൽകും. നമുക്കറിയാമല്ലോ, സതീദേവിയുടെ ദേഹത്യാഗം മൂലം തകർന്ന ശ്രീ പരമേശ്വരനെ ഭർത്താവായി കിട്ടാൻ പാർവതി നടത്തിയ തീവ്രമായ വ്രതത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് തിങ്കളാഴ്ച വ്രതം. സീമന്തിനിയുടെ വൈധവ്യം മാറിപ്പോയതും ഈ വ്രതാനുഷ്ഠാനം കൊണ്ടത്രേ. തിങ്കളാഴ്ചയും കറുത്തവാവും ഒത്തുവരുന്ന ദിവസം തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയൊരു ദിവസമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഈ ദിവസത്തിന് അമാസോമവാരം എന്ന് പറയുന്നു. നല്ല ഭർത്താവിനെ കിട്ടാനും ചന്ദ്രദോഷം അകലാനും ഭർത്താവിൻ്റെ ക്ഷേമത്തിനും ഈ ദിവസം തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. വിവാഹത്തിന് കാലതാമസം നേരിടുക എന്നത് നിരവധി പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. വിവാഹ തടസ്സത്തിന് കാരണമാകുന്ന നിരവധി ജാതക പ്രത്യേകതകളുണ്ട്. അവയൊക്കെ വിഷയബാഹ്യമായ കാര്യങ്ങളായതിനാൽ ഇവിടെ വിവരിക്കുന്നില്ല. വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ഗ്രഹം ജാതകത്തിൽ ഏതെന്ന് കണ്ടെത്തി ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്തി വേണ്ട കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. ജാതകത്തിൽ 7ാം ഭാവവുമായോ ഭാവാധിപനുമായോ ഒക്കെ ഏത് ഗ്രഹത്തിനാണോ ബന്ധം ആ ഒരു ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതൊരു ജ്യോതിഷ ഉപദേശമനുസരിച്ച് ചെയ്യുക. എന്നാൽ ഏവർക്കും ഈ ഒരു സോമവാര വ്രതമെടുത്ത് മംഗല്യ തടസ്സം മാറ്റുവാൻ ഉപകരിക്കും എന്നുള്ളത് അറിയണം. സോമവാര വ്രതം 7 തിങ്കളാഴ്ചകളാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. കഴിവതും ഇങ്ങനെ സോമവാര വ്രതം എടുത്ത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി സ്വയംവര പാർവതി ധ്യാനം തുടങ്ങിയവയൊക്കെ ഭക്തിപൂർവ്വം ജപിച്ച് വേണം വ്രതമെടുക്കുവാൻ. ഉത്തമനായ ആചാര്യനിൽ നിന്ന് ഉപദേശം ലഭിച്ചാൽ സ്വയംവര മന്ത്രവും ജപിക്കാം. അപ്പോൾ ഈ ഒരു സ്വയംവര പാർവതി ധ്യാനവും അതുപോലെ തന്നെ സ്വയംവര മന്ത്രവുമൊക്കെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. സ്വയംവര മന്ത്രം ഗുരുമുഖത്ത് നിന്ന് ഉപദേശം ലഭിച്ച ശേഷം ജപിക്കുന്നതാണ് ഉത്തമം. ധ്യാനങ്ങൾ ആർക്കും ജപിക്കാം. ഇതുപോലെ തന്നെ ഭാഗവതത്തിലെ രുക്മിണി സ്വയംവര ഭാഗവും കനകധാര സ്തോത്രവും രാമായണം സുന്ദരകാന്ഡത്തിലെ 32 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങളും സൗന്ദര്യലഹരിയിലെ 1 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ജപിക്കാവുന്നതാണ്. ഇത് ജാതകത്തിലെ സാമാന്യ മംഗല്യദോഷങ്ങൾ പരിഹരിക്കും. എന്നാൽ ജാതക ദോഷകാഠിന്യം കൂടുതലാണെങ്കിൽ ഋഗ്വേദ അന്തർഗതമായ മനസൂക്തവും ശ്രീസൂക്തവും പവമാനസൂക്തവും തുടങ്ങിയവയിൽ ഏതെങ്കിലുമൊക്കെ വേണം ജപിക്കുവാൻ. ഇതൊക്കെ അറിയാവുന്നവരെ കൊണ്ട് വേണം ജപിച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് കാര്യസിദ്ധി ഉണ്ടാകാത്ത വിധത്തിൽ ജാതകദോഷം കഠിനമാണെങ്കിൽ ഈ സ്വയംവര മന്ത്രമോ പതി വശീകരണ മന്ത്രമോ ഒക്കെയാണ് ജപിക്കേണ്ടത്. ഇതൊക്കെ ഉത്തമനായ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വേണം ജപിക്കേണ്ടത്. ഇങ്ങനെ പല പ്രകാരത്തിൽ വിശേഷ ഫലസിദ്ധിയുള്ള ഈ ഒരു ദിവസം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഏവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.